ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ദേവര പാർട്ട് 1 കാണാൻ വേണ്ടിയായിട്ട് വന്നേക്കണാണ്. ഞാൻ ഒറിജിനൽ ലാംഗ്വേജായി തെലുങ്കാണ് എടുത്തിരിക്കുന്നത്. സ്ക്രീൻ 3 വരുന്നില്ല. ദേവര പാർട്ട് 1 കണ്ട് വീട്ടിലെത്തി എന്ന് പറയണേക്കാൾ ഭേദം അനുഭവിച്ച് വീട്ടിലെത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അപരാധമായിട്ട് തോന്നിയ കുറച്ച് സിനിമകളിലൊന്നാണ് ആദിപുരുഷ്. അതിനുശേഷം സെയ്ഫ് അലി ഖാൻ്റെ മറ്റൊരു ഗംഭീര സ്ക്രിപ്റ്റ് സെലക്ഷൻ. എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുപോലുള്ള അപരാധങ്ങൾ വീണ്ടും 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 സെലക്ട് ചെയ്യുന്നത് സ്പെഷ്യൽ കഴിവ് തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോ, വേറെ ആർക്കൊന്നും തോന്നരുത്. ഇക്കൊല്ലം ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ അപരാധം, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ വേസ്റ്റ് അപരാധം എന്ന് എനിക്ക് തോന്നിയൊരു പടമായിരുന്നു ഇന്ത്യൻ 2. അത് ഈ കൊല്ലം തന്നെയായിരുന്നു. അതിനുശേഷം ഇതാ ഞാൻ അവതരിപ്പിക്കുന്നു എൻ്റെ മറ്റൊരു അപരാധ എക്സ്പീരിയൻസ്. ഈ പടം രാവിലെ പോയി കണ്ടു എന്നുള്ളതാണ് ഞാൻ എന്നോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം. അതിനും വലിയ അപരാധമാണ് NTR എന്ന നടനോട് ഇതിൻ്റെ മേക്കേഴ്സ് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. RRR കണ്ടതിന് ശേഷം ഈ സിനിമ ആണ് ഞാൻ NTRനെ കാണുന്നത്. സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. RRR കണ്ടത് വേ ആണെങ്കിൽ ഇത് റേ, ആ അവസ്ഥയാണ്. എൻ്റെ അമ്മോ, ഇതിനകത്ത് 2 NTR ഉണ്ട്. ഒരെണ്ണം സഹിച്ചാൽ പോലെ 2 ഉണ്ട്. അച്ഛനും മകനും. അച്ഛൻ്റെ പേര് ദേവര, മകൻ്റെ പേര് വര. അത് തന്നെ. എൻ്റെ പൊന്നോ, ജാൻവി കപൂർ സിനിമ തുടങ്ങി സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് നന്നായിന്ന് എനിക്ക് തോന്നി. കാരണം പൊതുവെ എനിക്ക് ജാൻവിനെ ഇഷ്ടമാണ്. ചില സ്പെഷ്യലി ഗുഞ്ചൻ സക്സേന, എനിക്ക് അതെന്തോ ഇങ്ങനെ മറ്റേ അഭിഷേക് ബച്ചനും ഗുരുവും ലൂഡോ ഒക്കെ പോലെയാണ് എന്താണ് ജാൻവിക്ക് ഇതെന്ന് തോന്നുന്നത്. കാരണം കുറേ സിനിമ അഭിനയിച്ചതിൽ ഒരു ജെം ഓഫ് ഒരു മൂവിയായിരുന്നു മറ്റേ ഗുഞ്ചൻ സക്സേന. എൻ്റെ അഭിപ്രായത്തിൽ അത് മതിയായിരുന്നു. ഇതിലൊക്കെ ഇത് ഐറ്റം ഡാൻസ് ചെയ്യാൻ വന്നപ്പോൾ അന്നാ ഒരു പണി ചെയ്യാം, വേറെ ആക്ട്രസ്സൊന്നുമില്ല, ലീഡായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു റോള് കൊടുത്ത പോലെയാണ് ഇതിനകത്ത് ഇരുന്നേച്ചത്. ആ ചുട്ടമല്ലി ചുട്ടിസ്ഥാനെ മാത്രം വന്നപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടിയും, പുള്ളിക്കാരെ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു, നല്ല പാട്ടും ആയതുകൊണ്ട് എല്ലാവരും അപ്പം എല്ലാവരും ഉണർന്നൊന്ന്. ഈ പാട്ട് തീരുമ്പോൾ ഉടനെ ഞാൻ കാണിക്കണ ഒരു വിഷ്വൽ എന്താണെന്ന് അറിയാമോ? സെയ്ഫ് അലി ഖാൻ ഒരു കത്തിയെടുത്ത് പാറയിലിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പാട്ട് കഴിയുമ്പോൾ തന്നെ. അതെന്താ ഡയറക്ടർ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നാട്ടുകാർക്ക് അത് വേറെ എന്തോ ഒക്കെ ആയിട്ടാണ് തോന്നിയത്. എല്ലാവരും ചിരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒമർ ലുലു ടച്ചാണ് അവിടെ ഫീൽ ചെയ്തത്. അങ്ങനെയാണ് എല്ലാവർക്കും തോന്നിയത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. അതിനെപ്പറ്റി സിനിമ കഴിഞ്ഞപ്പോഴും കുറച്ച് പേരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. എന്തായാലും ഈ സിനിമ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് മുഴുവിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിരുന്നു എനിക്ക്. പലയിടങ്ങളിലും ഞാൻ ഉറങ്ങി വീഴുമായിരുന്നു. ഉറങ്ങി വീണ് പോകണമായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ മീശമാധവനിൽ ജഗദീശേട്ടൻ മറ്റേ ചെയ്ത പോലെ ഇങ്ങനെ ഇരുന്ന് പണങ്ങാണ്ട അവസ്ഥയായിരുന്നു. അവസാനമൊക്കെ ഇപ്പോൾ പ്ലോട്ട് ട്വിസ്റ്റൊക്കെ ഉണ്ട്. വെറുതെ ഘോര ഖന ട്വിസ്റ്റാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്, അടിപൊളി സാധനമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന് 2ാം ഭാഗം ഉണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത്. ദേവര പാർട്ട് 1 എന്നാണ് സിനിമയുടെ പേര്. സിനിമ കാണാൻ കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലോകത്തായി പോയി മറന്നുപോയി. പിന്നെ ഈ സാധനം ഇങ്ങനെ കണ്ടിരിക്കണതിൻ്റെ ഇതിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി ഇതിൽ ഇരിക്കുമ്പോൾ ഇതിന് 2ാം ഭാഗം ഉണ്ടെന്നുള്ള കാര്യം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുമ്പോൾ അത് വേറൊരു അനുഭവമായിരുന്നു. ഇതിനകത്ത് കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ തമിഴിൽ നിന്ന് നമ്മുടെ വാഴയിലൊക്കെ അഭിനയിച്ചുള്ള മച്ചാൻ, നമ്മുടെ മലയാളം തങ്കം സിനിമയിലൊക്കെ അഭിനയിച്ചുള്ള മച്ചാൻ, പുള്ളിക്ക് കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത റോൾ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഷൈൻ ടോം ചാക്കോനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിനെ എന്തിനകത്ത് കാസ്റ്റ് ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. ബീഡി വലിക്കുന്ന റോൾ കൊടുക്കാനാണ്. പുള്ളി ഇതിനകത്ത് ആകെ മെയിനായിട്ട് ചെയ്യണം 2-3 ഡയലോഗും പറയും, ബീഡി വലിക്കും. വീഡിയോ വലിക്കാൻ വേണ്ടി മാത്രമായിട്ട് റോള് കാസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പുള്ളി എന്തിനത് അഭിനയിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല.
പുള്ളീനെ എന്തോ വിളിച്ചു വരുത്തി കളിയാക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബീസ്റ്റിലും പുള്ളി ഉണ്ടായിരുന്നു ഇതേപോലെ, എന്തിനോ വേണ്ടിയുള്ളൊരു റോള്. എനിക്കൊന്നും ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ നല്ല നടന്മാരുടെ കൂടെ അല്ലേ, അപ്പോൾ എന്നാൽ പോയി അഭിനയിച്ചേക്കാം, തെലുങ്കല്ലേ, മറ്റേത് വിജയുടെ കൂടെ അല്ലേ, തമിഴല്ലേ എന്നൊക്കെ വിചാരിച്ച് പോയി അഭിനയിച്ചാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സ്വയം എന്തിനാണ് ഇങ്ങനെ പോയി നാണം കെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടാ. പിന്നെ ഇതിൻ്റെ CGയും അതൊക്കെ വേറെ റേഞ്ചടേ, വേറെ റേഞ്ച്. അതിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ചില ഷോട്ടിൽ വെള്ളം കാണിക്കുമ്പോൾ ടോപ്പ് ഷോട്ടൊക്കെ വരുമ്പോഴല്ല സ്വിമ്മിംഗ് പൂളിൽ അടുത്തിട്ട് കാണാം. അമ്മ റേഞ്ച് CGI ആയിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഹീറോയുടെ ഇൻട്രഡക്ഷനിൽ ഹീറോ ഡോൾഫിനാണ്, മനുഷ്യനല്ല. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെയൊക്കെ ചാടും. വേറെ റേഞ്ച് സാധനവും. നിങ്ങൾ ഇതൊക്കെ തിയേറ്ററിൽ ചെന്ന് അനുഭവിക്കണം, എന്ത് രസമായിരിക്കും എന്നറിയാമോ. പിന്നെ ചില സീനിലൊക്കെ ഗ്രീൻ സ്ക്രീനാണെന്ന് തോന്നത്തേ ഇല്ല, പുറകിലൊക്കെ വെട്ടി വെച്ച പോലെ ഇരിക്കുന്നത്. ഭയങ്കരം ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം ഒരു വല്ലാത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓഡിയോ കണ്ടത് വനിതയിലായിരുന്നുകൊണ്ട് നെഞ്ചും കൂടെ പൊളിക്കുന്ന സൗണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നെഞ്ചും കൂടെ പൊളിക്കുന്ന സൗണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, ഉറക്കം വന്നിട്ട് പാടില്ലായിരുന്നു, ബോറടിച്ചിട്ട്. അപ്പോൾ ഈ സിനിമയുടെ അവസ്ഥ, എന്നിലുണ്ടാക്കിയ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാമല്ലോ. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ്, വളരെ മനോഹരമായിരുന്നു. വളരെ അത്ഭുതവും ഭീകരവും ഭയാനകവുമായ ഒരു സിനിമ അനുഭവമായിരുന്നത്. എന്നെ തന്നെ പറഞ്ഞാൽ മതി, എന്നെ തന്നെ തല്ലിയാൽ മതി. രാവിലെ 5:45 എഴുന്നേറ്റ് 6:00 പടത്തിന് പോയതിന് ഞാനാണ് ഉത്തരവാദി, വേറെ ആരുമല്ല. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി, അത്ര പറയാനുള്ളൂ. പിന്നെ ജൂനിയർ NTR ഇതുപോലെയുള്ള അപരാധങ്ങളൊന്നും കയറി അഭിനയിച്ച് ഞങ്ങളുടെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ പേരും കളയരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ കേട്ടോ. ഞാനങ്ങനെ പറയുന്നത്, എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ സ്നേഹം കൊണ്ട് എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. RRR കണ്ടിട്ട് വേണം എനിക്ക് ഈ പടത്തിൻ്റെ ക്ഷീണം ഇനി മാറ്റാൻ. അതിൽ കൊമുരമ്പൂ എന്നുള്ള അതിലെ കൊമുരമ്പൂ ഭീം എന്നുള്ള വായിൽ വരണമില്ല, കൊമുരം ഭീം എന്ന് പറഞ്ഞ ക്യാരക്ടർ എടുത്തിട്ട് വീണ്ടും ഒന്ന് കണ്ടു നോക്കണം, നിങ്ങളുള്ള ഇഷ്ടം പുതുക്കാൻ. കാരണം ഇത് കണ്ടപ്പോൾ കുറച്ച് പോയി, അങ്ങനത്തെ അവസ്ഥയാണ്. അത് 2 തവണ കണ്ടല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. ഈ അനുഭവം എനിക്ക് കിട്ടിയത് ആദിപുരുഷ് കണ്ടപ്പോഴും നമ്മുടെ ഇന്ത്യൻ 2 കണ്ടപ്പോഴൊക്കെ ആയിരുന്നു. വളരെ റെയറായിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ആരും ഇത് വാങ്ങാതെ പോകരുത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സംഭവം കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം, അനുഭവിക്കണം. എന്നാലേ ജീവിതത്തിൽ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ, ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മറ്റുള്ള ആൾക്കാരിങ്ങനെ പലതുമൊക്കെ പറയും, അതൊന്നും കേൾക്കരുത്. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോവുക, പടം കാണുക, അനുഭവിച്ചറിയുക. ദേവര പാർട്ട് 1 ഇനി 2 കൂടിയുണ്ട്, അതും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് ചെയ്തത് കൊട്രാല ശിവ, നമ്മുടെ ജനതാ ഗാരേജ് എടുത്ത ആളാണെന്നുള്ളത് പറയത്തേ ഇല്ല. ആ ഇത് റേ ആ അവസ്ഥയാണ്. എന്തായാലും കൂടുതലൊന്നും വേറെ ഇനി പറയാനില്ല. ഫോറസ്റ്റ് അവരാധ്, അതായിരുന്നു എനിക്ക് ഈ സിനിമ എന്നല്ല, അവസ്ഥ എന്നാണ് എൻ്റെ വായിൽ വരുന്നത്. തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം മാത്രമാണ്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ സിനിമ കണ്ടിട്ട്. എനിക്ക് ഉറക്കം വന്ന് ബോറടിച്ച് ഈ സിനിമ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥ. ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് എഴുതണേയും മുന്നേ മറ്റേ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ളത് പറയും. അത് കഴിഞ്ഞിട്ടില്ല, എത്ര പെട്ടെന്ന് എനിക്കൊന്ന് ഉറങ്ങാൻ മതി എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ പവർ നാപ്പ് എടുത്ത അവസ്ഥയിലായിരുന്നു. എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നെ ആഷ്പല്ലിൽ വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ടി വന്നു. അത്രയും വെറുത്തുപോയി എനിക്ക്. എൻ്റെ ഉള്ളിൽ ത്രാണി ഉണ്ടായില്ല എനിക്ക് ബാക്കി കണ്ടിരിക്കാനുള്ള. അതായിരുന്നു എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയല്ലായിരിക്കും കേട്ടോ, വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് പോലെ ഒന്ന് റേ പോലെ ആയിരിക്കാം. അതുകൊണ്ട് എൻ്റെ കാര്യമൊന്നും നോക്കണ്ട. ഇനി എൻ്റെ അഭിപ്രായം ഇത് മാത്രമാണ്, അല്ലാതെ എൻ്റെ അഭിപ്രായം തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ. അപ്പോൾ നിങ്ങളുടെ റേയും എൻ്റെ വേയും ആയിരിക്കും ഇതിനകത്ത് അച്ഛനെയും മകനെയും പോലെ. ഒന്ന് ദേവരെ, ഒന്ന് വര എന്താണ്ടും. പിന്നെ ചുട്ടിസ്ഥാനം കാണാൻ പോവാം, ചുട്ടിസ്ഥാനം കണ്ടിരിക്കാം. 2 മിനിറ്റ് ചുട്ടിസ്ഥാനം ഉണ്ട്, ചുട്ടിസ്ഥാനം കണ്ടിങ്ങനെ ഇരിക്കാം.
അതല്ലാതെ ഇതിനകത്ത് അനിരുദ്ധുണ്ട്. അനിരുദ്ധാണ് എനിക്ക് ഈ സിനിമ മൊത്തം മുഴുവിപ്പിക്കാൻ സഹായിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഒരു ബീജം ഉണ്ടാക്കിയിട്ട് ഒരു 20 തൊട്ട് 50 തവണ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കേട്ടിരിക്കാം നമുക്കിങ്ങനെ. അതിലെ ലിറിക്സൊക്കെ സൂപ്പറാണ്, വേറെ ലെവലാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അനിരുദ്ധിന് വലിയൊരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഊത്തവിഞ്ഞ ലിറിക്സ് വെച്ചിട്ട് ഈ മ്യൂസിക് ഉണ്ടാക്കി വെച്ച അനിരുദ്ധിനെ ഉണ്ടല്ലോ വലിയ കൈയടി അർഹിക്കുന്നുണ്ട്. എന്തായാലും വേറിട്ട സിനിമ അനുഭവം, വല്ലപ്പോഴും മാത്രം കിട്ടുന്ന അനുഭവമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇതിന് മുന്നേ ആദിപുരുഷിൽ അനുഭവിച്ചു, ഇന്ത്യൻ ടൂവിൽ അനുഭവിച്ചു, ബീസ്റ്റിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്ന് അനുഭവിക്കുക, അങ്ങോട്ട് എൻജോയ് ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ടാറ്റ.